നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ അവിശ്വസനീയമായ ഒരു വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബയേണിനെ 1-2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ ഹൊസേലു നേടിയ ഇരട്ട ഗോളുകളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അതേസമയം വിനീഷ്യസ് ജൂനിയർ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ UCLന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിലും ഒരു വിവാദ സംഭവം ഉണ്ടായിട്ടുണ്ട്. മത്സരത്തിന്റെ അവസാനത്തിൽ ബയേൺ ഒരു ഗോൾ നേടിയിരുന്നുവെങ്കിലും റഫറി അത് നേരത്തെ തന്നെ ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. ലൈൻ റഫറി ആയിരുന്നു ഓഫ് സൈഡ് വിളിച്ചിരുന്നത്. എന്നാൽ നിയമപ്രകാരം അതിനുള്ള അനുമതി, ആ നേരത്തെ വിളിക്കുന്നതിനുള്ള അനുമതി ഇപ്പോൾ ലൈൻ റഫറിക്കില്ല. ഈ വിവാദ സംഭവത്തിൽ ആരാധകരുടെ രോഷം ഇപ്പോൾ പുകയുകയാണ്. ബയേൺ ആരാധകരും റയൽ മാഡ്രിഡിന്റെ എതിർ ആരാധകരും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമപ്രകാരം ബയേൺ താരങ്ങൾക്ക് അറ്റാക്കിംഗ് മുഴുവനാക്കാനുള്ള ഒരു അവസരം നൽകണം. എന്നിട്ട് വാർ ഉപയോഗിച്ചുകൊണ്ട് ഓഫ് സൈഡ് പരിശോധിക്കുകയാണ് വേണ്ടത്. ബയേണിനെ ശരിക്കും കൊള്ളയടിക്കുകയാണ് റഫറി ചെയ്തത് എന്നാണ് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത്. ലൈൻസ്മാൻ മത്സരം തന്നെ നശിപ്പിച്ചു എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിട്ടുള്ളത്. കൂടാതെ റയൽ മാഡ്രിഡിന് ഇപ്പോൾ അനുകൂലമായിക്കൊണ്ട് എപ്പോഴും റഫറിമാർ തീരുമാനം എടുക്കുന്നു എന്ന ആരോപണങ്ങളും ചില ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. മത്സരശേഷം തോമസ് തുഷേലും ഡിലൈറ്റും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ രൂക്ഷതയോടുകൂടി പ്രതികരിച്ചിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്ത് ഓഫ് സൈഡ് വിവാദം പുകയുകയാണ്. നേരത്തെയും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം റയൽ മാഡ്രിഡ് ആരാധകർ ഇതൊന്നും ഇപ്പോൾ പരിഗണിക്കുന്നില്ല, അതല്ലെങ്കിൽ വകവെക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ടീം ഒരിക്കൽ കൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചത് ആഘോഷിക്കുകയാണ് റയൽ ആരാധകർ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.